ഹലോ പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങളുണ്ടല്ലോ അത് പറയാതിരിക്കാൻ കഴിയില്ല. അബ്ദുൾ റഹീമിന്റെ വിഷയം വന്ന സമയത്ത് ബോച്ചയടക്കം ഒട്ടനവധി ആളുകൾ ഇതിനുവേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു കൂട്ടർക്കിടയിൽ ഉയർന്നു വന്നൊരു ചോദ്യമുണ്ട്. അപ്പുറത്തൊരു മലയാളിയായ സ്ത്രീ എടുക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ആരും ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിട്ടില്ല എന്നാണ് അവർ ഉയർത്തിയിട്ടുണ്ടായ ചോദ്യം ഉണ്ടായിരുന്നു. ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, അബ്ദുൾ റഹീമിന് ദയാധനം ആവശ്യപ്പെട്ട ആ ദയാധനാണ് ഇവിടെ പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ശരിയാണല്ലോ. ഈ സ്ത്രീക്ക് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ദയാധനം ഒരാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ സ്ത്രീയുടെ ആ ഒരു വിഷയത്തിൽ അബ്ദുൾ റഹീം മുസ്ലിം ആയതുകൊണ്ടാണോ എന്നൊക്കെയാണ് ഈ കൂട്ടർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പേഴ്സണലി എന്നോട് താല്പര്യമില്ലാത്തവരുണ്ടാവും, സ്ത്രീ ചെയ്ത പ്രവൃത്തിനോട് സപ്പോർട്ട് ഇല്ലാത്തവരുണ്ടാവും, അങ്ങനെ സംഭവം. എന്നാൽ ഈ പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, ഈ കൂട്ടർ ഇപ്പോൾ കേന്ദ്രം പോലെ ഇടപെട്ടിട്ടുള്ളതാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ. ഒരു ഒന്നും വഴിത്തിരിവാകാതെ ഒന്നും ഇതാകെ എടുക്കായിരുന്നു, തീരുമാനത്തിലെത്താവാതെ. ആ സംഭവത്തിൽ AP ഉസ്താദ് ഇടപെട്ടിട്ട് അതൊരു വഴിത്തിരിവായി ഇങ്ങനെ തീരുമാനത്തിലെത്തിയെന്ന് കണ്ടപ്പോൾ ഇവർ ഈ കൂട്ടർ ഇറങ്ങിയിട്ട് യഹൂദി ബന്ധം ഇല്ലാത്ത ബന്ധമല്ല, അതായത് ഒരു മനുഷ്യക്കുഞ്ഞിന് പോലും ഒരു ഗുണം ഇല്ലാത്തൊരു വർഗ്ഗമാണ് കേട്ടോ ഈ പറഞ്ഞ ആളുകൾ മനസ്സിലായില്ല എനിക്ക്. അതായത് ഗുണം ചെയ്യുന്ന ആളുകളെ അവർ ആക്രമിക്കും. ഉസ്താദ് ഇതിന് ക്രെഡിറ്റ് കിട്ടിയാലോ എന്ന് വെച്ചിട്ട് ഉസ്താദ് പറയുന്നുണ്ട് ആ കാര്യത്തിൽ. അത് എന്താ വെച്ചെങ്കിൽ നമ്മൾ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഉസ്താദ് പറയുന്നുണ്ട്. അത് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഈ ടീമിനോടൊന്നും വർഗത്തിനോടൊന്നും പറഞ്ഞ കാര്യമില്ലത്. മനസ്സിലായുള്ള ഒരു കമന്റ് ഈ ടീമിന്.